എങ്ങനെയെങ്കിലും കോഹ്ലിനെ ഒന്ന് പരിചയപ്പെടണം, ഫോട്ടോ എടുക്കണം ഉണ്ടായിരുന്നില്ല, ഇങ്ങനെ ഒന്ന് മീറ്റ് ചെയ്യണം, ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ട് ഇങ്ങനെ ഒരാൾ എക്സിസ്റ്റ് ചെയ്യുന്നൊന്ന് മനസ്സിലാക്കി കൊടുക്കണം. നമ്മളൊക്കെ ഉണ്ടെന്നൊക്കെ ഒരു ഭയങ്കര ഫാനാന്നുള്ള രീതിയിൽ ഒന്ന് കാണിച്ചു കൊടുക്കണം എന്ന് വരുന്നപ്പോ ഇവൻ ചിരിക്കണ്ടേ, ഇവൻ ഇങ്ങനെ നോക്കുന്നല്ലാണ്ട് ഒരു മൈൻഡും ഇല്ല. ഇവര് ചിരിക്കാത്തോണ്ട് നമുക്ക് അടുത്തേക്ക് പോകാനൊരു പേടിയുണ്ട്. അപ്പം ഭാഗ്യത്തിന് എന്ത് ദൈവം സഹായിച്ച എന്റെ ഭാഗ്യത്തിന് അശ്വിൻ അവിടെ ഇരിപ്പുണ്ട്. അശ്വിൻ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അന്ന് ശരിക്കും 2015 ഡിസംബറിൽ പാപനാശം ഇറങ്ങിയ സമയം, ദൃശ്യത്തിന്റെ തമിഴ് റീമേക്ക്, അത് ഹിറ്റ് ആയിരിക്കുന്ന സമയം. അശ്വിന്റെ ഒരു പോസ്റ്റ് എനിക്ക് ഓർമ്മയുണ്ട്. അശ്വിൻ ആ പാപനാശം കണ്ടിട്ട് ആ പടത്തിന്റെ പ്രൈസ് ചെയ്തിട്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അശ്വിൻ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കും, ഞാൻ അതൊന്നും ചിന്തിക്കുന്നില്ല കേട്ടോ, പിന്നീട് എനിക്ക് മനസ്സിലാകും. അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ടും കൂടെ, ഫ്രണ്ട് പറഞ്ഞു നീ പോയിട്ട് ഒരു കാര്യം ചെയ്യും, നീ പോയിട്ട് കൈ കൊടുത്തിട്ട് അവരോട് സംസാരിക്കും, ഇന്ന് ആക്ടറാണ്, ഇന്ന് പരിപാടിയാണെന്ന് പറഞ്ഞ്. അപ്പൊ ആക്ടർ എന്ന് പറയുമ്പോൾ ഒരു റെസ്പെക്ട് ഓട്ടോമാറ്റിക് നിനക്ക് കിട്ടിക്കോളും. ഈ ഫാനാന്ന് അറിയുമ്പോഴാണ് ഇവർ അടുപ്പിക്കാതിരിക്കുന്നത്. അത് ഭയങ്കര കാരണം അവരെ തലയിൽ കയറുന്നു തോന്നുമ്പോൾ അവർ അടുപ്പിക്കൂല. അങ്ങനെ ഞാൻ രണ്ടും കളിപ്പിച്ചിട്ട് അശ്വിനെ പോയിട്ട് പരിചയപ്പെടാണ്. അശ്വിൻ, ഹൈ സർ, ഐ എം റോഷൻ, ഐ എം കമ്മിങ് ഫ്രം കേരള, ഐ ഹവ് ഡൺ സോ ആൻഡ് സോ ഫിലിംസ്. അപ്പം എന്നെ നോക്കിയിട്ട് പാപനാശത്തില് കിളിപോയി ഇവിടെ മനസ്സിലാവുന്ന. അപ്പൊ ഞാൻ പറഞ്ഞു യെസ് 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 ഐ ആം ദ ഗൈ ഗെറ്റിംഗ് കിൽഡ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഭയങ്കര ഷോ. അപ്പൊ പറഞ്ഞു ഓക്കെ 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 ഉക്കാർ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് നമുക്കൊരു സീറ്റ് വരുന്നത്. അപ്പം തന്നെ ഞാൻ അശ്വിനോട് നെക്സ്റ്റ് പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ ധോണി സാറിനെ കാണാൻ വന്നതാ, പക്ഷെ ഒരു ഐഡിയ ഇല്ല, എനിക്ക് കോഹ്ലി സാറിനെ പരിചയപ്പെടും. ഞാൻ ഇങ്ങനെ പറയാം, കോഹ്ലി ബാക്ക് ഇരിക്കുന്നത്, എനിക്ക് കോഹ്ലി സാറിനെ പരിചയപ്പെടും. വൈ നോട്ട് മാൻ, വിരാട്, ഹീസ് എൻ ആക്ടർ ഫ്രം കേരള എന്ന് പറഞ്ഞു.